ഊതിൻ്റെ ഉറവിടം തേടിയുള്ള യാത്ര ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ആസാമിലെ ഹൊജായി ഗ്രാമത്തിലാണ്. അജ്മൽ പെർഫ്യൂമിൻ്റെ സ്ഥാപകൻ ഹാജി അജ്മൽ അലിയുടെ ജന്മനാട്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തൻ്റെ നാട്ടിൽ യഥേഷ്ടം ലഭ്യമായ അഗർവുഡ് മരത്തിൻ്റെ വിപണന സാധ്യത മനസ്സിലാക്കിയാണ് 1951 അജ്മൽ പെർഫ്യൂംസ് ആരംഭിക്കുന്നത്. ഊത് നിർമ്മാണം ഒരു കുടിൽ വ്യവസായം പോലെയാണ് ഹൊജായി ഗ്രാമത്തിൽ. നാഗാലാൻഡിലേക്കുള്ള യാത്രാമധ്യയാണ് സുഹൃത്ത് സുഹൈൽ ഹുദവിയുടെ കൂടെ ഹൊജായി സന്ദർശിക്കുന്നത്. ഊതിനെക്കുറിച്ചും അതിൻ്റെ പ്രോസസ്സിങ്ങിനെക്കുറിച്ചും നല്ല പരിജ്ഞാനമുണ്ട് സുഹൈൽ ഹുദവിക്ക്. അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റിലുള്ള ഫസൽ ഹുസൈൻ്റെ വീട്ടിലെ ഊത് നിർമ്മാണ യൂണിറ്റിലാണ് ഞങ്ങളിപ്പോൾ. ഇദ്ദേഹമാണ് ഫസൽ ഹുസൈൻ. വാഷിംഗ് പൗഡറിൻ്റെ പരസ്യത്തിൽ കറ നല്ലതാണെന്ന് പറയുന്നത് പോലെ ഊതിൻ്റെ കാര്യത്തിൽ പൂപ്പൽ നല്ലതാണെന്ന് പറയാം. അക്ലാരിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അഗർവുഡ് മരം പൂപ്പലിനെ പ്രതിരോധിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡിയാണ് അഗർവുഡ് മരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ചാരനിറത്തിലോ കറുത്ത നിറത്തിലോ ഉള്ള ഭാഗങ്ങൾ. ഇതാണ് ഊത് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. സാധാരണ മരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നോക്കുമ്പോൾ പരമാവധി പൂപ്പൽ വന്ന് കേടുവരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഊതിൻ്റെ കാര്യത്തിൽ. അത് നാച്ചുറലായി ഫംഗസ് വന്ന് കേടുവന്നതാകാം, കൃത്രിമമായ മാർഗത്തിലൂടെയും ആവാം. ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയ ഭാഗം മുറിച്ചെടുത്ത് അതിൽ നിന്ന് കാതൽ മാറ്റിയെടുക്കുന്ന ജോലിയാണ് ഇവിടെ നടത്തുന്നത്. ഇത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. വിവിധ ഘട്ടങ്ങളിൽ വിവിധ വലുപ്പത്തിലുള്ള ഉളികൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ഭാഗങ്ങളാണ് പുകയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊത്. മരത്തിൻ്റെ പ്രായം, ഓയിൽ കണ്ടൻറ്റ്, നിറം, സ്മെൽ, സൈസ്, രൂപം ഇതൊക്കെ പരിഗണിച്ചാണ് ഊതിൻ്റെ ക്വാളിറ്റിയും വിലയും കണക്കാക്കുന്നത്. 1 കിലോയ്ക്ക് 10,000 രൂപ മുതൽ 3 ലക്ഷം വരെ ഉണ്ട് ഊതിൻ്റെ വില. ഓയിൽ കണ്ടൻറ്റിൻ്റെ ആധിക്യം കാരണം വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന സിങ്കിങ് ഗ്രേഡ് ഊതാണ് ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയായി കണക്കാക്കപ്പെടുന്നത്. ഇതിന് മോഹവിലയാണ്. ഫസൽ ഹുസൈൻ്റെ വീട്ടിൽ ചെറിയൊരു ഡിസ്റ്റിലറി ഉണ്ട്. ഇതുപയോഗിച്ചാണ് ഊത് ഓയിൽ ഉണ്ടാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രൊഡക്ഷന് വലിയ ഡിസ്റ്റിലറി വേണ്ടിവരും. അത് മറ്റൊരു സ്ഥലത്താണ്. ഊതിൻ്റെ കാതൽ ഭാഗം വേർതിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മരച്ചീളുകളും ചെറുതാക്കി മുറിച്ച അഗർവുഡ് കഷ്ണങ്ങളും ദിവസങ്ങളോളം വെള്ളത്തിലിട്ട് പുതിർത്തിയതിനു ശേഷം ഇതുപോലത്തെ ഡിസ്റ്റിലറിയിലിട്ട് വാറ്റിയാണ് ഊത് ഓയിൽ ഉണ്ടാക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ എടുക്കുന്ന ഓയിൽ ഹൈ ക്വാളിറ്റിയും തുടർന്നുള്ളത് സെക്കൻഡ് ക്വാളിറ്റിയുമാണ്. 15 മുതൽ 25 ദിവസം വരെ പിന്നെയും വാറ്റി ലഭിക്കുന്ന അവസാന ഓയിലാണ് ലോ ക്വാളിറ്റി ഓയിൽ. ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഗർവുഡ് സാന്നിധ്യമുണ്ട്. ഇന്ത്യക്ക് പുറമെ കംബോഡിയ, മലേഷ്യ, വിയറ്റ്നാം, ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഊത് ഉൽപ്പാദിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യൻ ഊതിന് ആവശ്യക്കാർ ഏറെയാണ്. വിയറ്റ്നാമിലെ മധ്യപ്രദേശങ്ങളിലും ചൈനയിലെ ഹൈനാൻ പ്രദേശങ്ങളിലെയും അഗാർ മരങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അപൂർവ ഇനം ഊതാണ് അഗർവുഡിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന കിനാം. ലക്ഷക്കണക്കിന് അഗർവുഡ് മരങ്ങളിൽ 1-2 മരങ്ങൾ മാത്രമേ കിനാം ഉൽപ്പാദിപ്പിക്കൂ. 8 ലക്ഷം രൂപ വരെ വിലയുണ്ട് 1 ഗ്രാം കിനാമിന്. വെറുതെയല്ല ഊതിന് ലിക്വിഡ് ഗോൾഡ് എന്ന പേര് വന്നത്. പ്രകൃതിയുടെ സ്വന്തം സുഗന്ധമാണ് ഊത്, സ്വർഗത്തിലെ സുഗന്ധം. അതിൻ്റെ ഓരോ തുള്ളിയിലും പ്രപഞ്ചത്തിൻ്റെ ആത്മാവുണ്ട്. ഊത് വെറുമൊരു ഗന്ധമല്ല, അതൊരു യാത്രയാണ്. സംസ്കാരങ്ങളുടെ കൂടിക്കാഴ്ചയും മാനവഹൃദയത്തിൻ്റെ അന്തസ്സും അടങ്ങിയൊരു ദൗത്യയാത്ര. എ ഫ്രാഗ്രൻസ് ഈസ് ഓൾ ദാറ്റ് ഇറ്റ് ടേക്സ് ടു ട്രാവൽ ത്രൂ ടൈം, സച്ച് ഈസ് ദി ബൈൻഡ് ബിറ്റ്വീൻ മെമ്മറി ആൻഡ് സ്മെൽ. കാലത്തെ അനുഭവിച്ച് യാത്ര ചെയ്യാൻ ഒരു പരിമളം മതി. അത്രമേൽ സുദൃഢമാണ് ഓർമ്മയും ഗന്ധവും തമ്മിലുള്ള ബന്ധം.